ദരിദ്രനായവനെ വേശ്യ ഉപേക്ഷിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട രാജാവിനെ പ്രജകൾ ഉപേക്ഷിക്കുന്നു. പക്ഷികൾ ഫലം തീർന്ന വൃക്ഷം ഉപേക്ഷിക്കുന്നു. അതിഥി ഭക്ഷണം കഴിഞ്ഞ് പടിയിറങ്ങും. ധനമുള്ള വ്യക്തികളെ വേശ്യാസ്ത്രീകൾ കടാക്ഷപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആ വ്യക്തിയെ നിഷ്കരണം പുറത്താക്കുന്നു. സ്ത്രീകൾ കാരണം മാനവും ധനവും രാജ്യം തന്നെയും നഷ്ടപ്പെട്ട രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട രാജാവെന്നാൽ ഗുണഗണങ്ങളെല്ലാം നഷ്ടപ്പെട്ടവനാണെന്നാണ് അർത്ഥം. പ്രജാപരിപാലനമാണ് രാജധർമ്മം എന്നാൽ യഥാസമയം ജനങ്ങളിൽ നിന്ന് നികുതികൾ സ്വീകരിക്കുകയും അതേ പണയം ഉപയോഗിച്ച് പ്രജകളുടെ യോഗക്ഷേമത്തിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുകയും ചെയ്യാം. രഘുവംശത്തിൽ കാളിദാസൻ ഈ വിഷയം മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഭൂമിയിൽ നിന്ന് ഈർപ്പത്തെ എടുത്ത് അതിനെ 1000 മടങ്ങ് ഊർജമായി തിരിച്ചു കൊടുക്കുന്ന സൂര്യനെ പോലെ ജനങ്ങൾക്ക് സമൃദ്ധിയുടെ രൂപത്തിൽ തിരിച്ചു കൊടുക്കുവാനായി അദ്ദേഹം ജനങ്ങളിൽ നിന്ന് നികുതി ഈടാക്കി. എത്ര ഉദാത്തമായ സങ്കല്പം! ഇന്നോ പല ഭരണാധികാരികളും ജനങ്ങളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം പിരിച്ചെടുക്കുന്നു. പക്ഷേ 100 ഭാഗം പോലും അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. മൂന്നാമത് പറയുന്നു, പഴങ്ങൾ തീർന്ന വൃക്ഷം പക്ഷികൾ ഉപേക്ഷിക്കുന്നു. അതിഥി ഭക്ഷണം കഴിച്ചാൽ ഗ്രഹത്തിൽ നിന്ന് പോകുന്നു. എന്താണ് ശ്ലോകത്തിന്റെ ഉള്ളടക്കം? പ്രാണം അതിന്റെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കുന്നു എന്നൊരർത്ഥം. കാര്യം കഴിയുമ്പോൾ ആശ്രയസ്ഥാനം ഉപേക്ഷിക്കുന്നു എന്നൊരർത്ഥം. കഴിവുള്ള ഭരണാധികാരിയാവുക, ഇല്ലെങ്കിൽ ജനങ്ങളെ ഉപേക്ഷിക്കുക. വേശ്യാ സ്ത്രീകളുമായുള്ള സംസർഗത്താൽ ധനവും മാനവും നഷ്ടപ്പെടുന്നു എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ ആധുനിക കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള സുഭാഷിതം തന്നെയാണിത്. അതായത്, നിർധനം പുരുഷം വേശ്യ പ്രജാഭഗ്നം നൃപം ക്യചേത് ഗഖാവിധാ ഫലം വൃക്ഷം ഭുക്താ ഭാജസ്യാഗ്രഹം.